കോഴിക്കോട് കോർപ്പറേഷനിൽ UDFിൻ്റെ ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായത് CMBയുടേതാണ്. CMBയുടെ ചാലപ്പുറത്തെ സ്ഥാനാർത്ഥി സജീവൻ പ്രചരണ രംഗത്ത് സജീവമാണ്. എങ്ങനെയുണ്ട് ജനങ്ങളുടെ റിയാക്ഷൻസ്? എൻ്റെ കൂടെ ഞാൻ ചാലപ്പുറത്ത് തന്നെ പൊതുപ്രവർത്തനം നടത്തുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടുത്തെ പരിചയമില്ലാത്ത ആരുമില്ല, എല്ലാവരും എൻ്റെ സ്വന്തം ആളുകളാണ്. ചാലപ്പുറത്തിൻ്റെ സ്വന്തമായിട്ട് എന്നെ കണക്കാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വളരെ ആത്മവിശ്വാസമുണ്ട്. ചാലപ്പുറത്തെ നമ്മുടെ മുതിർന്ന ആളുകളുടെയൊക്കെ അടുത്ത് അനുഗ്രഹം വാങ്ങാനാണ് ഇറങ്ങിയത്. ആ അനുഗ്രഹം വാങ്ങുമ്പോൾ തന്നെയുള്ള അവരുടെ പ്രതികരണത്തിൽ എനിക്ക് കൂടുതലായിട്ടുള്ള ആത്മവിശ്വാസമുണ്ട്. ചാലപ്പുറത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുമ്പോൾ തന്നെ കോൺഗ്രസിൽ ചില വിമത ശബ്ദങ്ങളൊക്കെ ഉയർന്നു. വിമത സ്ഥാനാർത്ഥി നിർത്തുമെന്ന് പറയുന്നു. ഈ കോൺഗ്രസിലെ ഈ പ്രശ്നങ്ങൾ ബാധിക്കുമോ? അതൊക്കെ അവരുടെ പാർട്ടി തീരുമാനിച്ചും കണ്ട് എല്ലാം പരിഹാരത്തിലെത്തുമെന്നാണ് എൻ്റെ ആത്മവിശ്വാസം. അവരുടെ അതുമായി ബന്ധപ്പെട്ട എല്ലാവരും പറയുന്നത് നമുക്ക് ഒന്നിച്ചിട്ട് പോകാൻ പറ്റും. അതിൻ്റെതായ ചെറിയ വികാര പ്രകടനങ്ങൾ അവർ പ്രകടിപ്പിക്കുകയാണ്. നമ്മൾ ഇലക്ഷന് വരുമ്പോഴത്തോടുകൂടി എല്ലാവരും നമ്മളൊക്കെ ഒന്നിച്ചുണ്ടാവുമെന്നാണ് എനിക്കും ആത്മവിശ്വാസം. വാർഡ് വിഭജനം നടന്നപ്പോൾ ഏറെക്കുറെ കീറിമുറിച്ച വാർഡാണ് ചാലപ്പുറം. അതിൽ UDF അനുകൂല വോട്ടുകൾ പലതും പോയതായിട്ടൊക്കെ നമ്മൾ റിപ്പോർട്ടുകളിലൊക്കെ വന്നിരുന്നു. എങ്ങനെയാണ് ആ വാർഡ് വിഭജനം പ്രതികൂലമായിട്ട് ബാധിക്കും? ഇപ്പോൾ നിലവിൽ നമുക്ക് ഇതുവരെക്കും വിജയിച്ചിരുന്ന വാർഡിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വാർഡാണ് വന്നത്. ആകെ 4000 വോട്ടുകളുള്ളത്. ഇപ്പോൾ നിലവിൽ സാഹചര്യത്തിൽ കൂടുതൽ BJPക്കും ആ രീതിയിലുള്ള ബൂത്തുകളുടെ ഒക്കെ പ്രസൻറ്റ്. പക്ഷെ അതൊക്കെ എന്നെ സംബന്ധിച്ചുള്ള അതൊന്നും ഒരു വിഷയമല്ല. കാരണം ഇവിടുത്തെ നാട്ടുകാരെന്നുള്ളത് ഇവിടുത്തെ ആളുകളുടെ എല്ലാ കാര്യത്തിനും ഇടപെടുന്ന ആളെന്നുള്ളത് ആ ഒരു വിശ്വാസം എന്നിൽ അവർക്കുണ്ട്. അവർ അത് തീർച്ചയായിട്ടും എനിക്ക് നല്ല വിജയം തരും എന്നുള്ളത് എനിക്ക് ആത്മവിശ്വാസമുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ അവരെല്ലാവരും പ്രകടിപ്പിക്കുന്നത്. നീ നിന്ന് കാണിച്ചാൽ ഞങ്ങൾ രാഷ്ട്രീയം നോക്കില്ല, നിനക്കേ വോട്ട് ചെയ്യുന്നുള്ളത് അവരെല്ലാവരും പറയുന്നുണ്ട്. ചാലപ്പുറത്ത് നിൽക്കുമ്പോൾ നമ്മളെന്താ പ്രധാനമായിട്ട് ഒരു വികസന പ്രവർത്തനം അല്ലെങ്കിൽ ഉന്നയിക്കുന്ന കാര്യം? റോഡ് വികസനം മാത്രമല്ല, പുതിയ ചാലപ്പുറത്തിൻ്റെ മുഖച്ഛായ എടുത്തുകൊണ്ട് പുതിയ വികസനമാണ് ഉൾപ്പെടുന്നത്. ചാലപ്പുറത്ത് ഇപ്പോൾ നമുക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഗ്രൗണ്ടൊന്നുമില്ല. കാരണം എല്ലാവരും ഇപ്പോൾ ടർഫ് ഗ്രൗണ്ടിനെ ആശ്രയിക്കുകയാണ്. അത് നമ്മുടെ ചാലപ്പുറത്തിൻ്റെ പല ഭാഗങ്ങളിലും പൊതു റവന്യൂ ഭൂമികൾ അന്യാധാനിപ്പേറ്റൊക്കെ എടുക്കുന്നുണ്ട്. അത് റിക്കവർ ചെയ്യാൻ നമ്മൾ പ്രാരംഭമായിട്ടുള്ള ചില നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അത് തിരിച്ചു കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പുതിയ വളർന്നു വരുന്ന യുവാക്കൾക്ക് ഇവിടെ തന്നെ കളിക്കാനുള്ള ഒരു കളിസ്ഥലം എന്നുള്ളതാണ് എൻ്റെ മുഖ്യമായുള്ള ആഗ്രഹം. കഴിഞ്ഞ 19 വർഷമായി ചാലപ്പുറത്തെ നമ്മളെ റെസിഡൻസ് അസോസിയേഷൻ ചാലപ്പുറം രക്ഷാസമിതി എന്ന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക മുതലുള്ള ഒരു വളണ്ടറി പ്രവർത്തനത്തിലൂടെയാണ് ഞാൻ താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. വോട്ടുകളും കിട്ടുന്നത് തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ട്. എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. രാഷ്ട്രീയം നോക്കുന്നില്ല, രാഷ്ട്രീയത്തിനപ്പുറമായിട്ടുള്ള വോട്ട് തരും തന്നെയാണ്. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് അനുഗ്രഹം വാങ്ങാൻ ഇറങ്ങിയത്. ഇന്നത്തെ ഫീഡ്ബാക്ക് തന്നെ അങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. ചാലപ്പുറം പ്രദേശത്തിലെ എല്ലാ വിദ്യാലയത്തിലെ എല്ലാ PTA പ്രസിഡൻ്റായിട്ടും അതുപോലെ തന്നെ സ്കൂൾ സപ്പോർട്ടിംഗ് ഗ്രൂപ്പായിട്ടും സ്കൂൾ FMC ഗ്രൂപ്പായിട്ടും സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പായിട്ടും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ലയൺസ് ക്ലബ് കാലിക്കറ്റ് ഈസ്റ്റിൻ്റെ സെക്രട്ടറിയാണ്. അതുപോലെ ഗുരുവായൂരപ്പൻ കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ സെക്രട്ടറിയാണ്. ഗണപത് സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ സെക്രട്ടറിയാണ്. പിന്നെ തളി രേവതി പട്ടത്താന സമിതി അംഗമാണ്. അതുപോലെ തളി ഉത്സവാഘോഷ കമ്മിറ്റി അംഗമാണ്. എന്തായാലും കോൺഗ്രസ് ഉയർന്ന വിമത ശബ്ദങ്ങളൊന്നും ബാധിക്കില്ല. പിന്നെ ഈ മണ്ഡലത്തിലുള്ള പൊതു സ്വീകാര്യത ഗുണകരമാകുമെന്നും സജീവൻ പ്രതീക്ഷിക്കുകയാണ്. ഷബീർ കല്ലിനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 കോഴിക്കോട്.